പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്തുതി. നാം എല്ലാവരുടെ മേലും അവിടുത്തെ കരുണയും മനസ്സലിവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തു നമുക്ക് ഒരു മാതൃക വെച്ചിട്ട് പോയി. അവന്റെ കാൽച്ചുവടുകളെ നാം പിന്തുടരേണ്ടതിന് അവൻ നമുക്ക് ഒരു മാതൃക വെച്ചിട്ട് പോയി. സിൻസ് ക്രൈസ്റ്റ് ഓൾസോ സഫേർഡ് ഫോർ യു, leaving you an example for you to follow in his steps. അപ്പൊ ക്രിസ്തു ആണ് നമ്മുടെ മാതൃക, എക്സാമ്പിൾ. Whenever you face a problem, you must look at this example. ക്രിസ്തു എന്താണ് ചെയ്തത്? അപ്പൊ അതേക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പതിവ് പ്രാർത്ഥിക്കുന്ന, അല്ലെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നു, പിതാവിനോട് സമയം ചെലവഴിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പുരുഷാരം അവനെ തിരക്കിക്കൊണ്ടിരുന്നു. ധാരാളം രോഗശാന്തി ആവശ്യമുള്ളവരും അവന്റെ പ്രസംഗം കേൾക്കാൻ കൊതിക്കുന്നവരും ആയിരങ്ങൾ അവനെ അന്വേഷിക്കുമ്പോഴും അവൻ അവരെ വേറിട്ട് തനിച്ച് മലമുകളിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്തു. അവന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ച് പടകിൽ അക്കരയ്ക്ക് പോകാൻ കിട്ടുന്ന ഒരു ഫെലോഷിപ്പിംഗ് ആണ്, മിനിസ്ട്രി ഒന്നുമല്ല. കമ്പനി അടിച്ചിങ്ങനെ പോവാ. അത് അവൻ ഉപേക്ഷിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ വള്ളത്തേലപ്പുറത്ത് പൊക്കോ. എന്നിട്ട് അവൻ മലയിൽ തനിച്ചു പോയി പ്രാർത്ഥിച്ചു. ഭക്ഷണത്തെക്കാൾ അധികമായി, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്കുണ്ട്. ഭക്ഷണത്തെക്കാൾ അധികമായി, മിനിസ്ട്രിയേക്കാൾ അധികമായി, ഫെലോഷിപ്പിങ്ങിനേക്കാൾ അധികമായി, ഫെയിം നേടാനുള്ള അവസരത്തെക്കാൾ അധികമായി. കാരണം രോഗികളൊക്കെ വന്നപ്പോൾ രോഗികളെ സുഖപ്പെടുത്തിയാൽ വലിയ പേരുണ്ടാവും. ഇതിനേക്കാളെല്ലാം ഉപരിയായി യേശു പ്രാർത്ഥനയെ തെരഞ്ഞെടുത്തു. അപ്പൊ എക്സാമ്പിളിനെ നോക്കുക. അതുകൊണ്ടാണ് പാപികളാൽ ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ടവനായ യേശുവിനെ നോക്കുക എബ്രായ ലേഖനത്തിൽ പറയുന്നു. പിന്നെ പറയുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഹീസ് അവർ എക്സാമ്പിൾ. അപ്പൊ ഈ എക്സാമ്പിൾ ആയ യേശുവിനെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന അവന്റെ പതിവ് പ്രാർത്ഥിക്കുക എന്നുള്ള പതിവാണ്. പ്രാർത്ഥന, റുട്ടൈൻ. ഇപ്പൊ നമ്മളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഒരു പതിവാണോ? ഇപ്പൊ നമ്മൾ ഈ ഗ്ലോറിയസ് ഗോസ്പലൊക്കെ കേട്ട് നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഗ്ലോറിയസ്, എല്ലാം ഗ്ലോറിയസ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനയുണ്ടോ സ്വയം ചിന്തിക്കുക. പിന്നെ ഈ ന്യൂ ജനറേഷൻ ചർച്ചുകാരുടെ ആവിർഭാവത്തോടുകൂടി അവർ പറയുന്നത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, കൽപ്പിച്ചാൽ മതി. യേശുവിന്റെ നാമത്തിൽ ഫെയ്ത്ത്, പോസിറ്റീവ്, പ്രോസ്പെരിറ്റി, അങ്ങനത്തെ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ടീച്ചിങ് നമ്മൾ പ്രാർത്ഥിക്കുകയോ അപേക്ഷിക്കുകയോ അല്ല, ശാസിക്കുക, കൽപ്പിക്കുക. പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ബത്സിക്കുക. അപ്പൊ ഇതൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾ ഓർക്കുക, ദൈവപുത്രനായ യേശു, യേശുവിന്റെ നാമത്തിൽ ശാസിച്ചാൽ മതി എന്നാണ് ഇവർ ഉപദേശിക്കുന്നത്. പക്ഷേ ആ യേശു ശാസിക്കാനോ കൽപ്പിക്കാനോ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ പ്രാർത്ഥന എന്ന് വെച്ചാൽ ഫെലോഷിപ്പിംഗ് വിത്ത് ഫാദർ ആണ്. അപ്പൊ നമ്മെ സംബന്ധിച്ച് പ്രാർത്ഥന എന്താണ്? ഫെലോഷിപ്പിംഗ് വിത്ത് ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ആണ്. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പിതാവായ ദൈവമാണ് ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ചത്. തിരുവഴുത്തിലൂടെ വാക്യം കൊണ്ടുകൂടെ പോയി കഴിയുമ്പോൾ നമ്മുടെ കൂട്ടായ്മ ആരോടാണ്? നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും പരിശുദ്ധ റൂഹായോടുമാണെന്ന് വ്യക്തമായി തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ ട്രിനിറ്റേറിയൻ ലൈഫ് എന്താണ്? കെയറിങ് ആൻഡ് ഷെയറിങ് ആണ്, ലവ് ആണ്. അപ്പൊ ആ സ്നേഹത്തിൽ ആമഗ്നനാകുന്ന ഒരു പ്രാർത്ഥനാ അനുഭവത്തിൽ നമ്മൾ നമ്മെ സമർപ്പിക്കും. ഇതാണ് യേശു കർത്താവ് ഈ മലയുടെ മുകളിൽ പോയിരുന്നു മുട്ടുവേദന മാറ്റണമെന്നോ പെറോട്ട തരണമെന്നോ ഇതൊന്നുമല്ല പ്രാർത്ഥിച്ചത്. ഞാൻ ഒരിക്കലും തനിച്ചല്ല എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ഓൾഡ് ഫാഷൻ. അത് ഒരിക്കലും എക്സ്പയർ ആയി പോകുന്ന, ഔട്ട് ഓഫ് ഫാഷൻ ആയി പോകുന്ന കാര്യമോ അല്ല. അപ്പൊ ഈ ആധുനിക കാലത്ത് മൊബൈൽ ടെക്നോളജിയുടെ ഇപ്പൊ 5G, ഇവിടെയെല്ലാം 5G വന്നു.
അല്ലെങ്കിൽ 5G ഫോൺ മേടിച്ചു. അപ്പോൾ 5G ടെക്നോളജിയുടെ കാലത്ത്, അല്ലെങ്കിൽ ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെയോ എന്ത് മനുഷ്യൻ മേനി നടിക്കുന്ന എന്തെല്ലാം ടെക്നോളജിയുടെയോ ഈ ആധുനിക കാലത്തും പ്രാർത്ഥനയുടെ പ്രസക്തി പോകുന്നില്ല. അപ്പൊ നിങ്ങളുടെ ഒരു പതിവാണോ പ്രാർത്ഥന? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, യേശുവിന്റെ പതിവായിരുന്നു പ്രാർത്ഥന. അപ്പൊ യേശു പതിവായി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ആർക്കെങ്കിലും ഈ ഭൂമിയിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു എങ്കിൽ അത് യേശുവിനായിരുന്നു. പക്ഷെ ആ യേശു നമുക്ക് വെച്ച മാതൃക പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഷിബു പീഡിയക്കൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.